എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് 2026 ജനുവരി 13 ചൊവ്വാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ മൊത്തത്തിൽ ഒരു 5 ദിവസവും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ മാത്രമാണ് ഗ്രീനിലേക്ക് വന്നത്. വീണ്ടും ഇന്ന് റെഡിൽ തന്നെ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് US ഇന്ത്യ ട്രേഡിംഗ് ഡീലിന് മുൻപ് ഇൻവെസ്റ്റർമാർ ജാഗ്രത പാലിക്കുകയും കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി, അതുപോലെ IT ഷെയറുകൾ നടത്തിയ സെല്ലിങ്ങിലൂടെ സെൻസെക്സും നിഫ്റ്റിയും നെഗറ്റീവ് സൈഡിലേക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. മൊത്തത്തിലുള്ള ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു വീക്കായിരുന്നു. ഇറാനുമായി ട്രേഡ് നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% അധിക താരിഫ് ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ആഗോളതലത്തിലുണ്ടായ പുതിയ ആശങ്കയാണ് ഇന്ന് മാർക്കറ്റിൽ ഒരു തിരിച്ചടിക്കുള്ള പ്രധാന കാരണമായിട്ട് വന്നത്. മാത്രമല്ല, ചൈന ഇറാൻ്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് പങ്കാളി ആയതുകൊണ്ടും നിക്ഷേപകർ അതുവഴി കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ചു. ഇന്ത്യയും യു എസും തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ശുഭാപ്തി വിശ്വാസത്തേക്കാൾ ഈ ട്രംപിൻ്റെ 25% അധിക താരിഫ് പോലുള്ള ചൈന ഇറാൻ പോലുള്ള ആഗോള നെഗറ്റീവ് സൂചനയ്ക്കായിരുന്നു ഇന്ന് പ്രാധാന്യം നിക്ഷേപർ കൊടുത്തത്. മാത്രമല്ല, IT കമ്പനികളിൽ നിന്നുള്ള ഏർണിങ്സ് റിപ്പോർട്ടും നിരാശപ്പെടുത്തി. IT സ്റ്റോക്കുകളിൽ TCS ഒരു സ്ഥിരമായ വരുമാന വളർച്ച റിപ്പോർട്ട് ചെയ്തെങ്കിലും അതിൻ്റെ അറ്റാദായം ഏകദേശം 14% കുറയുകയാണ് ചെയ്തത്. ഇത് ഇൻവെസ്റ്റർമാരുടെ പ്രതീക്ഷകളെ നിറവേറ്റിയില്ല എന്ന് വേണം പറയാൻ. ശക്തമായ വരുമാന വളർച്ചയും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഓർഡർ ഉണ്ടായിട്ടും HCL ടെക്നോളജീസും ലാഭത്തിൽ 11% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി IT സ്റ്റോക്കുകളിൽ ഇന്ന് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ഇത് ബ്രോഡർ ഇൻഡെക്സുകളെയും താഴത്തേക്ക് കൊണ്ടുപോയി. ആഗോള അപകട സാധ്യത ഒഴിവാക്കലും അതുപോലെ ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഉയർന്ന വിലയാണ്. അതിൻ്റെയൊക്കെ കാരണം ഡോളറിനെതിരെ നമ്മുടെ രൂപ ചെറുതായി ദുർബലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യ US ചർച്ചകൾ പുരോഗമിക്കുകയും DIAs ഒരു സ്ട്രോങ് സപ്പോർട്ട് തുടരുകയും ചെയ്യുന്നതിനാൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും അതുപോലെ FISൻ്റെ സെല്ലിങ്ങും ഈ ഷോർട്ട് ടൈമിൽ വോളറ്റിലിറ്റി കൂടുതൽ ആകാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ. നോക്കൂ, ഡേ ക്യാൻഡിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ലോങ് അപ്പർ ഷാഡോയുടെ 25,900 ഓക്കെ 25,900 റെസിസ്റ്റൻസ് സോണാണ്. ഇതിന് സമീപം ഒരു റിജക്ഷൻ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ട്രോങ് ആയിട്ട് OI സപ്ലൈ നിലനിൽക്കുന്നത്. ഹയർ ലെവലുകൾ നിലനിർത്താൻ കഴിയാത്തത് തുടർച്ചയായ ഓവർഹെഡ് പ്രഷർ ഇവിടെ എടുത്തു കാണിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും നിഫ്റ്റി 100 ഡേയിലെ EMAയുമായും മുമ്പത്തെ റിവേഴ്സൽ ബേസുമായും യോജിപ്പിച്ച് 25,600 അതുപോലെ 25,650 സപ്പോർട്ട് സോണിനെ നല്ല പോലെ തന്നെ തടസ്സം നിർത്തിയിട്ടുണ്ട്, നല്ല പോലെ തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇത് ഡീപ്പായിട്ടുള്ളൊരു ഡൗൺ സൈഡ് തടയുകയും 25,700 മുകളിൽ, അതായത് ഇപ്പോൾ 25,732 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,700 മുകളിലാണല്ലോ. ഒരു മോഡസ്റ്റ് റിക്കവറിക്ക് ഈ ഒരു തടസ്സം, അതായത് ഈ ഒരു സപ്പോർട്ട് സാധ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 25,650 തന്നെയാണ്. അതുപോലെ 25,600 കൂടെ പ്ലേസ്ഡ് ആണ് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ബാൻഡിന് താഴെ സസ്റ്റെയിൻ ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഡൗൺ സൈഡ് പ്രഷർ കൂടുതലാവുകയും 25,500 ലെവലിലേക്ക് വീണ്ടും കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് 25,800 അതുപോലെ
25,800, 25,800, 25,900 ഇവിടെയാണ് റെസിസ്റ്റൻസ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതോടൊപ്പം 25,950, 26,000 ഒരു സ്ട്രോങ് ബാരിയറും ഉണ്ടാകും. 26,100 അതിന് മുകളിലും ഇനി നിഫ്റ്റി പോകണമെങ്കിൽ ഈ ഏരിയയ്ക്ക് മുകളിലുള്ള ഒരു ഡിസൈസീവ് ക്ലോസിംഗ് നിർബന്ധമായും ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ ട്രേഡിംഗ് നിലയെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 58 പോയിന്റ് ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 25,732. അതുപോലെ സെൻസെക്സ് 250 പോയിന്റ് ഡൗണിൽ 83,627 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 128 പോയിന്റ് പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 59,578. ഇന്ന് ONGC, അതുപോലെ എറ്റേണൽ, ടെക് മഹീന്ദ്ര, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, മാക്സ് ഹെൽത്ത് കെയർ ഇവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഇന്ന് കേവലം 19 സ്റ്റോക്കുകൾ മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തത്. എന്നാൽ ട്രെൻഡ്, ലാസൻ ടർബോ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, അതുപോലെ ഇൻഡിഗോ, ജിയോ ഫിനാൻഷ്യൽ ഇവ ഏറ്റവും കൂടുതൽ നഷ്ടവും നേരിട്ടു. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. മിഡ് ക്യാപ്പ് 0.20% ഇടിയുകയാണ് ചെയ്തത്. എന്നാൽ സ്മോൾ ക്യാപ്പ് 0.60% പോസിറ്റീവിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇടിഞ്ഞു, 0.89%, റിയാലിറ്റി 0.62%. ഇവ രണ്ടുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. മറുവശത്ത് നിഫ്റ്റി, PSU ബാങ്ക്, മീഡിയ എന്നിവയാണ് സെക്ടർ തലത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഇനി നമുക്ക് ഇന്നലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. നമുക്കിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. നോക്കൂ, ഇന്ന് ഓപ്പൺ ചെയ്തു, നേരെ ഡൗൺ സൈഡിലേക്ക് വന്നു. ഇവിടെ ഈ ഒരു നമ്മുടെ റെസിസ്റ്റൻസ് ലെവല് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു ഇവിടെ ഈ ക്യാൻഡിൽ. പക്ഷെ നമ്മൾ റീട്രേസ്മെൻറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്ക് വന്നു, വീണ്ടും ഇവിടെ നിന്നപ്പോൾ അങ്ങനെ നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പോളിസി പ്രകാരം ഇവിടുന്ന് എൻട്രി എടുക്കും. ആ കുഴപ്പമില്ലായ 90 പോയിന്റിൻ്റെ റാലി നടത്തിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കോസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കയ്യോടെ തന്നെ നാളേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളും നോക്കാം. റെസിസ്റ്റൻസ് ആയിട്ട് 59,800. ഓക്കെ, 59,800 മുകളിൽ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഡൗൺ സൈഡിലേക്ക് 59,370. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലും ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. നോക്കൂ, കാരണം നിഫ്റ്റി നമുക്ക് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. ശേഷം 25,650 എന്നുള്ള ഒരു ലെവൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എൻട്രി എടുത്തിട്ടുണ്ടാവില്ല. ഇനി അഥവാ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ 40 പോയിന്റ് റാലിയാണ് നടന്നിരിക്കുന്നത്. തിരിച്ച് പിന്നീടുള്ള ക്യാൻഡിൽ മുകളിലേക്ക് തന്നെ വരികയും ചെയ്തു. ഏതായിരുന്നാലും നിഫ്റ്റിയിൽ അഥവാ എക്സിറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ ചെറിയൊരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ 40 പോയിന്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് ഈ സോൺ തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്, 25,900. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 25,825 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു സോണിന് താഴെ 25,600 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. നാളെ ഇവ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.